ഫ്രീഡം ലൈഫിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഫ്രീഡം ലൈഫ് വരുന്നത് ഒരു നോർമൽ റിക്ലൈനിങ് വീൽ ചെയർ പരിചയപ്പെടുത്താനാണ്. ഈ കാണുന്ന വീൽ ചെയർ നമുക്ക് ബേസിക് ലെവലിൽ വരുന്ന വീൽ ചെയർ ആണ്. ഇത് നമുക്ക് ഫുൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫുള്ളി കാലൊക്കെ നീട്ടി കിടക്കുന്ന രൂപത്തിലാക്കാൻ പറ്റുന്ന ഒരു വീൽ ചെയർ ആണ്. വീൽ ചെയറിന്റെ കൂട്ടത്തില് ബേസിക് ശ്രേണിയിൽ വരുന്ന വീൽ ചെയർ ആണ്. അപ്പൊ ഇതിന്റെ കാര്യങ്ങളാണ് ഇന്ന് ഫ്രീഡം ലൈഫ് പരിചയപ്പെടുത്തുന്നത്. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളോ കമന്റ് ആയിട്ട് അറിയിക്കുക. അതിനോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം നമുക്ക് എങ്ങനെയാണ് റിക്ലൈൻ ചെയ്യാൻ നോക്കാം. ഇതിൽ ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ ബാക്കില് പിടുത്തത്തില് 2 ലിവർ വരുന്നുണ്ട്. നമ്മൾ ബ്രേക്ക് ഒക്കെ പിടിക്കുന്ന പോലെ ആ ലിവറിൽ പിടിച്ചു കഴിഞ്ഞാൽ രണ്ടും ഒരേപോലെ പിടിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് വേണ്ട ഒരു പൊസിഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിക്ലൈൻ ചെയ്ത് അവിടെ ലോക്ക് ചെയ്യാം. അതുപോലെ അങ്ങനെ താഴ്ത്തി ഒരു ഹോള് വരുന്നുണ്ട്. ആ ഹോളിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ താഴ്ത്തി എന്ത് ചെയ്യാൻ പറ്റും, ഫുള്ള് കിടക്കുന്ന പോലെ ഇതേപോലെ ഫുള്ളായിട്ട് നമുക്കിത് റിക്ലൈൻ ചെയ്യാൻ പറ്റും. ഈ ഒരു രൂപത്തിൽ ബാക്ക് റെസ്റ്റ് നമുക്ക് റിക്ലൈൻ ചെയ്യാം. അതിനോടൊപ്പം തന്നെ ഇതിന്റെ കാല് വെക്കുന്ന സംഭവം ഇവിടെ ഒരു ലിവർ വരുന്നുണ്ട്. ഈ ലിവറിൽ പിടിച്ച് പൊക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊക്കി വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അതേപോലെ നമുക്ക് ഫുള്ളി കാല് നീട്ടിരിക്കുന്ന പോലെ റിക്ലൈൻ ചെയ്യാം. ഇപ്പൊ നമ്മുടെ കാല് നീളം കൂടിയ ആൾക്കാരാണെങ്കിൽ ഇവിടെ നെറ്റ് വരുന്നുണ്ട്. ഈ നെറ്റ് ലൂസാക്കിയാൽ ഈ ഫുഡ് റെസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും ഇതിന്റെ അകലം കൂട്ടാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലത്തെ ഫുഡ് റെസ്റ്റ് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതേപോലെ ഈ ഒരു ലിവർ പൊക്കി കഴിഞ്ഞാൽ ഇവിടെ ലിവർ വരുന്നുണ്ട്. ഇതേപോലെ നിവർത്തി ഇങ്ങനെ വെക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കിടക്കുന്ന ഒരാൾക്ക് സുഖമായിട്ട് കാല് നീട്ടി കിടക്കുന്ന പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫുൾ റിക്ലൈനിങ് വീൽ ചെയർ ആണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ഇത് ക്രോം പ്ലേറ്റ് വീൽ ചെയർ ആണ് കേട്ടോ, സ്റ്റീലൊന്നും അല്ല, ക്രോം പ്ലേറ്റ് വീൽ ചെയർ ആണ്. അപ്പോൾ ഈ ഒരു വിലക്ക് കിട്ടുന്നതിൽ ഏറ്റവും ക്വാളിറ്റി കൂടിയ ഒരു വീൽ ചെയർ ആണ് ഈ കാണുന്നത്. ഇതേപോലെ ഫുള്ളി ആൾക്ക് നീണ്ടു നിവർന്ന് കിടക്കാൻ പറ്റുന്ന രൂപത്തിൽ ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഇതിങ്ങനെ ഫുള്ളി കിടക്കുന്ന ലെവലിലാണ്. നമുക്ക് ഇതിന്റെ കാല് തിരിച്ചെന്ത് ചെയ്യാം, ഇവിടെ ഇത് പൊക്കി കഴിഞ്ഞാൽ ഇതേപോലെ താഴേക്ക് ആക്കാൻ പറ്റും. അതേപോലെ തന്നെ സിമ്പിൾ ആയിട്ട് ഈ ഒരു സംഭവം പൊക്കി കഴിഞ്ഞാൽ ഇതോ നമുക്ക് ഇതേപോലെ തന്നെ താഴേക്ക് നമുക്ക് വേണ്ട പൊസിഷനിൽ നിർത്താൻ പറ്റും കേട്ടോ. ഈ ഒരു ലെവലിലേക്ക് ഇതിനെ താഴ്ത്താൻ പറ്റും. അതിനോടൊപ്പം തന്നെ നമുക്ക് തിരിച്ച് നമ്മുടെ ലിവർ പിടിച്ച് പൊക്കി കഴിഞ്ഞാൽ ബാക്ക് റെസ്റ്റിന്റെ ലിവർ രണ്ടും ഒരുമിച്ച് പൊക്കി കഴിഞ്ഞാൽ ഇതേപോലെ മേളിലേക്ക് ഇങ്ങനെ സുഖമായിട്ട് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് ഏത് ലെവലിലാണോ അത് റിക്ലൈൻ ചെയ്ത് വെക്കേണ്ടത് ആ ലെവലിലേക്ക് ഇങ്ങനെ കൊടുത്തിട്ട് ഇവിടെ ലോക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ നേരെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു ലെവലിൽ ഫുള്ളായിട്ട് കൊടുത്താൽ കറക്റ്റ് വീൽ ചെയറിൽ ഇരിക്കുന്ന രൂപത്തിലേക്ക് ഇതിനെ മാറ്റാം. അതുപോലെ തന്നെ ഈ ഒരു മോഡലിന്റെ ആംബ്രസ്റ്റ് രണ്ടും നമുക്ക് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു ബട്ടൺ വരുന്നുണ്ട്. ഇത് അമർത്തിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ ഊരിയെടുക്കാൻ പറ്റും. 2 സൈഡ് ആംബ്രസ്റ്റ് നമുക്ക് ഇതേപോലെ ഊരിയെടുക്കാൻ പറ്റും. ഇതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ബാത്റൂമിലേക്കോ പോകണമെങ്കിൽ ഇതിലിങ്ങനെ പോയിട്ട് ഈ സൈഡ് ഊരി കഴിഞ്ഞാൽ നമുക്ക് ആളെ ക്ലോസറ്റിലേക്ക് എടുത്ത് മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ വാഹനങ്ങളിലോ കയറ്റാനായിട്ട് ഇതേപോലെ ഏത് സൈഡാണോ വേണ്ടത് ആ സൈഡ് നമുക്ക് എടുക്കാനായിട്ട് കിട്ടും. അത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതേപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ബോർഡ് കൊടുത്തിട്ട് ഇതേപോലെ ഇവിടെ ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ഇതേപോലെ 2 സൈഡും നമുക്ക് ചെയ്യാൻ പറ്റും. ഈ വീൽ ചെയറിന് 8 ഇഞ്ച് ഫില്ലഡ് ടയറിനാണ് ഫ്രണ്ടിൽ വരുന്നത്. അതുപോലെ തന്നെ 24 ഇഞ്ച് ബാക്ക് വീലാണ് വരുന്നത്. ഇതും ഫില്ലഡ് ടയറാണ് വരുന്നത്. പഞ്ചറോ കാര്യങ്ങളും ചെയ്യത്തില്ല. പിന്നെ നമുക്ക് നോർമലി ചെയ്യാനായിട്ടുള്ള മാനുവൽ ബ്രേക്ക് 2 സൈഡിലും വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എവിടെ ഇരുന്നിട്ട് ആളെന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ ലോക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ വീൽ ചെയർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യത്തില്ല. അതുപോലെ 2 സൈഡിലും നമുക്ക് ബ്രേക്ക് സിസ്റ്റം വന്നിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ നമ്മൾ ഫുള്ള് ഫിറ്റ് ആയിട്ട് വെച്ചേക്കാണ്. ഇതിന്റെ ഹെഡ് റെസ്റ്റ് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതേപോലെ ഊരി മാറ്റാൻ പറ്റും. ഹെഡ് റെസ്റ്റ് ഇങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ സെയിം രൂപത്തിൽ തന്നെ നമുക്ക് ഫുഡ് റെസ്റ്റും ഇവിടെ ലോക്ക് വരുന്നുണ്ട്. അത് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുഡ് റെസ്റ്റ് നമുക്ക് ഇതേപോലെ 2 സൈഡത്തിൽ ഊരി ഇതേപോലെ മാറ്റാൻ പറ്റും. ഈ ലോക്കിൽ പിടിച്ച് ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് സൈഡിലേക്ക് ഇതിന് രണ്ടിനും എടുത്ത് മാറ്റാൻ പറ്റും. ഇതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതെല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നോർമലി നമ്മളെ ഇരിക്കുന്ന കുഷ്യന്റെ ഫ്രണ്ടിലും ബാക്കിലും പിടിച്ചിട്ട് പറ്റും ഈസി ആയിട്ട് ഇത് ഫോൾഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഈസി ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് വണ്ടിയിലും ഡിക്കിലൊക്കെ വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മോഡൽ വീൽ ചെയർ ആണ് കാണുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മടക്കി വെച്ചിട്ട് വാഹനങ്ങൾ ഡിക്കിലോ കയറ്റി കൊണ്ടുപോകാം. ആവശ്യമുള്ള സ്ഥലത്ത് പോയിട്ട് നിവർത്തിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റിക്ലൈനിങ് വീൽ ചെയർ ആണ് ഈ കാണുന്നത്. ഇപ്പൊ മടക്കി വെച്ച് വീൽ ചെയർ പെട്ടെന്ന് എടുത്ത് നിവർത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന കുഷ്യനിൽ രണ്ടിലും പിടിച്ച് താഴേക്ക് അമർത്തുകയാണ് ചെയ്യുക. വളരെ ഈസി ആയിട്ട് നമുക്ക് നിവർത്തിയിട്ട് ഉപയോഗിക്കാം. അതിന് ശേഷം നമ്മളെ നേരത്തെ ഊരി മാറ്റിയിട്ടുള്ള ഫുഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ ഇതിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും.
കുറഞ്ഞ വിലയിൽ നമുക്ക് കിട്ടുന്ന റിക്ലൈനിങ് വീൽ ചെയർ ആണ് ഈ കാണുന്നത്. അത് നമുക്ക് ഇതിന്റെ ഹെഡ് റെസ്റ്റ് ഇവിടെ 2 ഹോള് വരുന്നുണ്ട്. ആ ഹോളിലേക്ക് അറ്റാച്ച് ചെയ്യാണ് ചെയ്യുന്നത്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. 2 ഹോൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹോളും കറക്റ്റ് ചെയ്ത് ചെയ്യാം. അതിനോടൊപ്പം തന്നെ നമുക്ക് ഫുഡ് റെസ്റ്റ് നേരെ വെക്കാൻ പറ്റില്ല. ഈ സൈഡിൽ നിന്ന് വേണം ഇത് വെക്കാനായിട്ട്. ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇവിടെ 2 ക്ലിപ്പ് വരുന്നുണ്ട്. ആ ക്ലിപ്പിലേക്ക് 2 ഹോളും കറക്റ്റ് ചെയ്തിട്ട് ഇതേപോലെ ഈ ക്ലിപ്പിലേക്ക് 2 ഹോളും കറക്റ്റ് ചെയ്തിട്ട് കൊടുത്ത് ജസ്റ്റ് ലോക്ക് ചെയ്യാണ് ചെയ്യാം. അതുപോലെ തന്നെ ഈ സൈഡിൽ നിന്നും അതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സൈഡിൽ നിന്നും ഇതേപോലെ കൊടുത്തിട്ട് ലോക്ക് ചെയ്യാം. അത് നമുക്ക് ഹെഡ് റെസ്റ്റില് ആവശ്യമുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഹെഡ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഷേപ്പിലുള്ള കർവ് ഷേപ്പിലുള്ള കുഷ്യൻ കൂടെ വരുന്നുണ്ട്. ഇത് വേണ്ടാത്ത ആൾക്കാർക്ക് ഇത് ഇലാസ്റ്റിക് ആണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ ഇങ്ങനെ റിലീസ് ചെയ്ത് മാറ്റാൻ പറ്റും. വേണ്ട ആൾക്കാർ മാത്രം ഇത് വെച്ച് ഉപയോഗിക്കാം. അപ്പോ റിക്ലൈനിങ് വീൽ ചെയറിന്റെ ബേസിക് വിഭാഗത്തിൽ വരുന്ന റിക്ലൈനിങ് വീൽ ചെയർ ആണ് ഇന്ന് ഫ്രീഡം ലൈഫ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തിയത്. ഈ വീൽ ചെയർ ആർക്കെങ്കിലും വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരാഴ്ചയൊക്കെ ഡെലിവറി ചെയ്യുന്ന രൂപത്തിൽ നമ്മൾ സെറ്റാക്കി തരുന്നതാണ്. അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർക്ക് ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ആവശ്യമില്ലാത്ത ആളുകൾക്ക് മാക്സിമം വീഡിയോ ഷെയർ ചെയ്തിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാം. അപ്പോൾ പ്രത്യേകം പറയുന്നത് ബേസിക് വീൽ ചെയർ ആണ്. അതിനുള്ളൊരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയാണ് ഇത് വരിക. അത് കളർ കാണുമ്പോൾ സ്റ്റീൽ അല്ല, ഇത് സ്റ്റീൽ പ്ലേറ്റ് ചെയ്തതാണ്. റോം പ്ലേറ്റ് ചെയ്ത സംഭവമാണ്. കൂടുതൽ വെള്ളം കാര്യങ്ങളൊക്കെ ആയ തുരുമ്പും കാര്യങ്ങളൊക്കെ കയറും. എന്നാലും കുറെ കാലത്തിലൊക്കെ നമുക്ക് ഇത് ആൾക്കാർ ഒരുപാട് വാങ്ങി ഉപയോഗിക്കുന്ന ഒരു വീൽ ചെയർ ആണ് ഈ കാണുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും